അലി കടുകശ്ശേരിയുടെ ഒരു കവിത അമളി. കൊടുത്തതെല്ലാം മറക്കണം, തന്നതെല്ലാം ഓർക്കണം എന്നായിരുന്നു മനുഷ്യന്റെ ഓർമ്മയിൽ ചേർക്കാൻ ദൈവം ആലോചിച്ചിരുന്നത്. കൊടുത്തതെല്ലാം മറക്കണം, തന്നതെല്ലാം ഓർക്കണം എന്നായിരുന്നു മനുഷ്യന്റെ ഓർമ്മയിൽ ചേർക്കാൻ ദൈവം ആലോചിച്ചിരുന്നത്. പക്ഷേ ദൈവത്തിന് ഒരു അമളി പറ്റി. വാചകം തിരിഞ്ഞുപോയി. കൊടുത്തതെല്ലാം ഓർക്കണം, തന്നതെല്ലാം മറക്കണം എന്നായിപ്പോയി. എന്നാൽ കൊടുത്തതെല്ലാം മറന്ന് തന്നതെല്ലാം ഓർത്ത് വിതുമ്പുകയാണിപ്പോൾ സ്മൃതി. കോടിക്കണക്കിന് രൂപ ഞാനും നിങ്ങളും അടക്കം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു, അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ. താൻ ഇക്കാലം അത്രയും കൊടുത്തത് ഓരോന്നും പുറകോട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. എത്ര സ്ത്രീകളെയാണ്, അത് പൊതുരംഗത്ത് വളരെ മിടുക്കികളായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും തങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛകൾക്ക് വഴങ്ങാത്തവരാണെങ്കിൽ അവരെല്ലാം എല്ലാ തരത്തിലും എല്ലാ ഇടങ്ങളിലും പൊതുവെ ആക്രമിക്കപ്പെടാറുണ്ട്. ഇതിനൊക്കെ ചൂട്ടുപിടിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാറുമുണ്ട്. സ്മൃതി അടക്കം പ്രവർത്തിക്കാറുമുണ്ട്. അതിനുവേണ്ടി മാത്രം ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട്. ഓരോ ചർച്ചകളിലും എത്രമാത്രം മോശമായിട്ടാണ് ഓരോ സ്ത്രീയെയും ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുക. അതിനെക്കുറിച്ച് വീണ്ടും സൈബർ ഇടങ്ങളിൽ വീണ്ടും പല വട്ടം അവരെ അപമാനിക്കുക. അപ്പോൾ ഇതിനൊക്കെ പാത്രമാകുന്ന താൻ കൊടുക്കുന്നത് തന്നെ ആയിരിക്കും തനിക്കും കിട്ടുക എന്ന് ഓർക്കണം. പിന്നെ ഈ സ്ത്രീകൾ ആരും തന്നെ ഒരു കുടുംബത്തെ അല്ലെ ഒരു അമ്മയെ, മാതൃത്വത്തെ അല്ലെങ്കിൽ മരിച്ചുയർത്തു വന്ന മനുഷ്യരെ ഒന്നും അപമാനിക്കുകയോ പൊതുവേദിയിൽ അപഹസിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളവരുമല്ല. അവരുടെ മേഖലകളിൽ മിടുക്കികളായി പ്രവർത്തിക്കുന്നു എന്നതൊഴിച്ചാൽ, അവരുടെ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നു എന്നതിലൊഴിച്ചാൽ മറ്റൊന്നും തന്നെ ചെയ്യാതിരുന്നിട്ട് പോലും ആക്രമിക്കപ്പെട്ട സ്ത്രീയാണ് ശൈലജ ടീച്ചർ. തൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രം ആക്രമിക്കപ്പെട്ട സ്ത്രീയാണ് ശൈലജ ടീച്ചർ. ഇനി ഒരു ആരോഗ്യമന്ത്രിയായി ഇരുന്നത് കൊണ്ട് മാത്രം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെങ്കിലും ഉണ്ടായാൽ അതെല്ലാം തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് വലിയ തോതിൽ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് വീണ ജോർജ്. ഇതേ സ്മൃതി തന്നെ എത്രയോ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സ്ത്രീക്ക് എതിരെ. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം സൈബർ ആക്രമണങ്ങൾ, ഇരട്ടപ്പേരുകൾ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. അതുപോലെ തന്നെയാണ് വീണ വിജയന്റെ കാര്യം. ഒരു ജന്മം മുഴുവൻ അവരെ ഇങ്ങനെ പുറകെ നടന്ന് ആക്രമിക്കുകയാണ്. എന്നും ചർച്ചകളും അപവാദ പ്രചരണങ്ങളും നടത്തിക്കൊണ്ട് അവർക്കെതിരെ ഇവരാരും തന്നെ. അതുപോലെ തന്നെയാണ് ദിവ്യ എസ് അയ്യർ. അവർ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുകയും ആ ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ തന്നോടൊപ്പം വർക്ക് ചെയ്ത ഒരാളെ കുറിച്ച് നല്ല വാക്ക് പറയുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി താൻ പരിചയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി ചില ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ മറുപടികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി താൻ പരിചയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി ചില ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ മറുപടികൾ, അനുഭവത്തിൽ നിന്ന് ആ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് അവർ സംസാരിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എത്രമാത്രം മോശമായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത്, അവരെ അവഹേളിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് തോന്നുന്നു അവര് ലെഫ്റ്റ് ചായ്വോടുകൂടി നാളെ സ്ഥാനാർത്ഥി ആയേക്കുമോ എന്ന് വരെ ഈ സ്മൃതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഓരോ വ്യക്തിയെയും തനിക്ക് ഇഷ്ടമുള്ള തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ആളല്ലെന്ന് തോന്നിയാൽ ഉടനെ തന്നെ അവരെ അങ്ങേയറ്റം നിശിതമായി വിമർശിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയും ഒരു അടിസ്ഥാനവുമില്ലാത്ത ഏതൊരു കാര്യം അവരുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ചിന്താ ജെറോമിനെ പോലെയും ദിവ്യയെ പോലെയും വീണ ജോർജിനെ പോലെയും ശൈലജ ടീച്ചറിനെ പോലെയും ഒക്കെയുള്ള ഓരോരോ സ്ത്രീകൾ, ഞാൻ 1-2 സ്ത്രീകളുടെ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ എത്ര പേർ, ഉമാ തോമസ് അടക്കമുള്ളവരെ സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടാറുണ്ട്. ഞാൻ അടക്കമുള്ളവർ ഏതെങ്കിലും ഒരു അഭിപ്രായം ഒരു രാഷ്ട്രീയ വിഷയത്തിൽ പറഞ്ഞാൽ ആക്രമിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഞാനെന്നല്ല, സ്മൃതി എന്നല്ല, ഒരാളും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടരുത്. എന്നാൽ ഞങ്ങൾ ആരും തന്നെ, ഈ പറയപ്പെട്ട ഒരാളും
ഒരു കുടുംബത്തിന്റെയും അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനോ അവഹേളിക്കാനോ മരിച്ചുയർത്ത മനുഷ്യരെ അപമാനിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല, എന്നിട്ട് കൂടി ആക്രമിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പോലും ഇത്രയും വലിയൊരു കുറ്റകൃത്യം, ഒരു ക്രൈം എന്ന നിലയിൽ തന്നെയാണ്, ഡിഫമേഷൻ പോലെ ഒരു വലിയ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആണ് സ്മൃതി നടത്തിയത്. അതിന് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല എങ്കിൽ കൂടിയും വലിയ തോതിൽ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുമ്പോൾ വിതുമ്പിപ്പോകുന്നത് പോലെ തന്നെ വിതുമ്പുന്ന 1000 സ്ത്രീകൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ എന്ന് സ്മൃതിയെ ഓർമ്മിപ്പിക്കുന്നു. സ്മൃതി എന്നല്ല, ഒരു മനുഷ്യനെയും നമ്മൾ മോശം വാക്കുകൾ കൊണ്ട്, അവരോട് അഭിപ്രായ വ്യത്യാസങ്ങളോ നമുക്ക് താല്പര്യക്കുറവോ ഉണ്ടെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തുക നല്ല ഭാഷയിൽ. അത് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയായാലും ഓരോരുത്തരും അതിന് ശ്രദ്ധിച്ചാൽ അതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരം നമുക്ക്, അതാണ് കേരളത്തിന്റെ സംസ്കാരം. ആ സംസ്കാരം നമുക്ക് നിലനിർത്താം.